എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണിയെ എന്താ വെച്ചാ ശരിക്കും പറഞ്ഞാൽ ബോണിക്ക് മുടിയൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും ഈ സ്പെക്സൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നത്. പ്ലെയിനാ ഈ കണ്ണാടി? അച്ഛൻ വെച്ച് നോക്ക്. ഇത്രയൊരു കണ്ണാടി വെച്ചാൽ രണ്ടുപേരും സ്പെക്സൊക്കെ വെച്ചിരുന്നേനെ. യോ എൻ്റെ പൊന്നതേ, ഈ ടിബിനും കിഷോറും ഒക്കെ വലിയ ഭീകരന്മാരെ പോലെ ഇരിക്കുന്നത്. അല്ല അച്ഛാ, അല്ല, ടിബിനൊക്കെ സാധാരണ രീതിയിൽ ഇരിക്കുന്നു. കിഷോറൊക്കെ രാക്ഷസനെ പോലെ തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ക്യാമറ ക്രെയിനെ വെച്ചിരിക്കും, വലിയ ക്രെയിൻ. അല്ല 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 പ്രദീപൊക്കെ ഇങ്ങനെ വലിയ ആളുകളെ പോലെ അങ്ങ് അയ്യോ അങ്ങ് ദൂരെ അനൂപും പ്രേമമൊക്കെ വല്ലാതിരിക്കുന്നു എൻ്റെ പൊന്നെ. അല്ല അല്ല ഈ ശരിക്കും ഒത്തിരി പണ്ട് കണ്ണാടി ഞാൻ വെച്ചിരുന്നു. ഓ, അന്നേരം പ്ലെയിൻ ഗ്ലാസ്സാണ് സത്യം പറഞ്ഞത്. ഒരു കൊതി കൊണ്ടൊക്കെ വെച്ചതാണ്. ശരിക്കും പവർ ഗ്ലാസ് വെച്ച് ഞങ്ങൾക്ക് എന്തുമാത്രം മാറിപ്പോണ കാഴ്ചപ്പാടുകളെ മാറിപ്പോന്ന് പോണി എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പോണി ഞാൻ നമ്മുടെ കണ്ണിനെ കാഴ്ച മാറുമ്പം സംഗതികളെല്ലാം മാറിപ്പോയി. ഞാൻ പ്ലെയിനാന്നോർത്ത് എടുത്ത് വെച്ചതാണ് ആ ഗ്ലാസ്. കാഴ്ചയ്ക്ക് പുതിയ തരം ഗ്ലാസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിനകത്തൂടെ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് കാണുമായിരുന്നു പവർ ഗ്ലാസ് ആണെങ്കിൽ. ഇന്നിപ്പോൾ പവർ ഗ്ലാസ് തിരിച്ചറിയാൻ പാടാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അത് ആ കാഴ്ചയിൽ അപ്പാരൻ്റെ ഒരു പ്ലെയിനായി തോന്നിയ ഒരു കണ്ണട എൻ്റെ കണ്ണിൽ വന്നപ്പോൾ എന്തോരം കാഴ്ച മാറി. കാഴ്ചപ്പാട് മാറുന്നതിനെ കുറിച്ചല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുക. ഞാൻ അങ്ങനെ കാഴ്ചപ്പാട് മാറിയപ്പം എനിക്ക് കിട്ടിയ ഒരു പാട്ടുണ്ട്. ഞാൻ വടക്കം പറവോർ കൂടി എങ്ങനെയൊരു യാത്ര പോവുക, 11:30 മണിക്ക് അവിടെ ചെല്ലണം. എൻ്റെ പ്രിയപ്പെട്ട ബോണി, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നടത്തില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. വണ്ടി ഓടിച്ചിരുന്ന എൻ്റെ ആത്മസ്നേഹിതൻ അവൻ നൈജു മാളയിലെത്തി. ശുശ്രൂഷ തുടങ്ങുന്ന സമയം കഴിഞ്ഞു, ഞങ്ങൾ മാളയിലെത്തി. ശരിക്കും പറഞ്ഞാൽ അവനെ പഴിക്കാനും എനിക്ക് എന്നെ സ്വയം ശപിക്കാനും ശരിക്കും അവിടുന്ന് വിളിയോട് വിളി വരുന്നു. സൈലൻസ് ആയിരുന്നുകൊണ്ട് ഫോൺ അറിഞ്ഞില്ല. വല്ലാത്തൊരു ഭാരം. എന്നാ പറയും, ഉറങ്ങിപ്പോയെന്ന് പറയാനോ മാള്. ശരിക്കും അവിടെ ഉരുകിയ സമയത്ത് അങ്ങനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനായി കരുണാമയ നിൻ്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലിൽ. അന്ന് അവിടെ വെച്ച് യാത്രയിലുണ്ടായൊരു പാട്ടത്. സിമ്പിൾ പാട്ട്, പക്ഷെ ഒത്തിരി പേരെ അത് ആശ്വസിപ്പിച്ചു. കാര്യം ചെറിയൊരു ഉറക്കം വരുത്തിയ ഒരു പ്രശ്നമാണ് അല്ലേ, അതിനെ അച്ഛൻ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയാക്കി അതൊരു പാട്ടായി മാറുകയും ചെയ്തു. ഞാൻ താമസിച്ചു പോയി, എൻ്റെ എല്ലാ അന്തസ്സും പോയി, ഇതെല്ലാം കുളവായി, ഇനി ഞാൻ എന്നാ പറയും ഇവരോട് എന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഞാൻ വൈകിയത് അവർക്കതൊരു ഭാരമാകുന്നില്ല, അവിടെ അനുഗ്രഹമായിപ്പോയി. അവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല എന്ന് അവർ കരുതിയിരുന്നു. തന്നെയല്ല, പിന്നീട് ഞാൻ വെപ്രാളം പിടിച്ച് ചെയ്യുന്ന ശുശ്രൂഷ ശരിക്കും വലിയൊരു അനുഗ്രഹമായി അവർക്ക് തീർന്നപ്പം എനിക്ക് ഏറ്റ സഹനം ഫലത്തിൽ എനിക്കൊരു ഒരു ബെറ്ററായി തീർന്നു. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചിരിക്കുന്ന കാര്യമാണ്. അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കീബോർഡ് ശ്രുതിയിലല്ലായിരുന്ന ശബ്ദം കറാപുറാന്ന് വന്ന ഒരു അറിവില്ലാത്ത ജനം നിന്ന ശുശ്രൂഷകളൊക്കെ കർത്താവ് ശരിക്കും ഇങ്ങനെ പട്ടം പോലെ ഉയർത്തി ആകാശത്ത് കൊണ്ടു നിർത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതുകൊണ്ട് പറയാൻ മടിയില്ല. അങ്ങനിക്കേകുന്ന സഹനം അതെന്തായിരുന്നാലും അനുഗ്രഹ വഴിയാക്കി മാറ്റാൻ കരുണാമയ നിൻ്റെ കൃപയേകണേ. എനിക്കൊറ്റ ആവശ്യമേ കർത്താവേ, തളരാതിരിക്കട്ടെ മേലിൽ. തളർന്നു പോകല്ലേ. അച്ഛൻ പറയുന്നത് ശരിയാണ്. പലരും ഈ ചെറിയ കാര്യങ്ങളിലങ്ങ് വല്ലാതെ അങ്ങ് അസ്വസ്ഥരായി പോകും. ശുശ്രൂഷയുടെ കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ മൈക്കിൻ്റെ കാര്യം പറഞ്ഞു, കീബോർഡിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട് ഈ കുഞ്ഞു കാര്യങ്ങളിലേ. ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയ്ക്കൊരു 6-7 വേദി. പക്ഷെ എൻ്റെ സ്വഭാവം അനുസരിച്ച് അത് വളരെ കുറവാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ വികാരങ്ങൾ ഞാൻ ഒരു
ആർട്ടിസ്റ്റോടൊക്കെ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഭംഗി പോയി. എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ചിന്തിക്കുകയും വ്രണിതനാകുകയും ദുഃഖിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ 5-6 തവണ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ പലപ്പോഴായി വലിയ ശുശ്രൂഷകൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. അത് ആരെയും കുറ്റം, നമ്മൾ ഈ ശുശ്രൂഷ ആരെയും വിധിക്കുന്നില്ല. അല്ല, ഞാൻ തന്നെ കാണിച്ച മുഖങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പ്രസന്നവദരായിരിക്കണം. അതിനോടൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. ഞാൻ 2 തവണ പറഞ്ഞോട്ടെ. ഈ ഒന്നുകിൽ ആ മൈക്ക് ഞാൻ ഓഫ് ചെയ്യേ, ഞാൻ വേറെ സംസാരിച്ചോളാം. ഓഫ് ചെയ്യേ. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് വലിയ ഭാരം തോന്നിയിട്ടുണ്ട് പറയുന്നതൊന്ന് ശരിക്കും. കാരണം അത് അവർക്ക് തുടരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. മൈക്കുകാരൻ ഒരു വിവരവും ഇല്ലാതെ ആ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കലക്കി ശബ്ദമിടും ഒക്കെയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ സഹിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ബോണി വളരെ ദൂരത്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്തൊരു കുർബാനയ്ക്ക് എന്ന് നിൽക്കുക. ഞാൻ അന്നാ പെസഹ തിരുനാളിൽ എന്ന് പാടുന്നത് ഏതാണ്ട് യുഗോസ്ലാവിയൻ ഭാഷ പോലെ പുറത്തോട്ട് വരുന്നത്. എന്നതാ വരുന്ന ഒരു പിടിയില്ല. നമ്മുടെ ഉള്ളിങ്ങനെ വിയർത്ത് കുളി. ഒന്നാമത് നല്ല ഹ്യൂമിഡിറ്റി, ചൂടാണ്. നമ്മൾ ഈ ഇങ്ങനെയൊരു ശബ്ദം ഒരിക്കലല്ല വരുന്നത്. ആ പാട്ടിൻ്റെ സമയത്ത് മുഴുവൻ അപ്പം ഞാൻ നോക്കുന്നത്, എനിക്ക് ദണ്ണം വരുന്നതിൻ്റെ കാര്യം ഇതാണ്. പാട്ടുകാരൻ പാടുന്ന സമയത്തെ അനുരഞ്ജിതരായി അവൻ നല്ല യേശുദാസിനെ പോലെ പാടുക. പിന്നെ ഞാൻ അത്യുന്നത ശരിക്കും ഞാൻ യഥാർത്ഥത്തിൽ പറയാം, ഇന്നലെ നടന്ന കാര്യം ഈ പറയുന്നത്. എൻ്റെ ശരീരമൊക്കെ വിയർത്തൊഴുകുക. നിർത്തിയിട്ട് പോയാലോ നിർത്ത് പോകുന്ന മനസ്സ്. ഞാൻ സുവിശേഷം വരെ ഇടിമുഴക്കവും പേമാരിയുമായിരുന്നു. ഞാൻ ഒരു തവണ ഇങ്ങനെ ഒന്ന് കീബോർഡിസ്റ്റിനെ നോക്കി. അത് ദേഷ്യപ്പെട്ടിട്ടല്ല, പക്ഷെ അതുകൊണ്ട് എന്ത് വേണ്ടി ഞാൻ പറയുമായിരുന്നു. അതിന് ശേഷമുള്ള സമയത്ത് എനിക്ക് വലിയ അഭിഷേകമൊന്നും തോന്നിയില്ല. എങ്കിലും ഞാൻ കരുതുന്നു, ഞാൻ അന്ന് ഉള്ളിൽ അനുഭവിച്ച വേദനയെ ഏത് വാക്ക് പറഞ്ഞാലും അച്ഛൻ്റെ ബൈക്ക് അങ്ങ് ഹൗളി ചെയ്യുക. അത് 1 2 3 ഇതെന്നാ ബോണി, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെ അത് ആ അനുഭവിച്ച സഹനം ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാക്കി ദൈവം മാറ്റും എന്ന് കരുതിയത് കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. സഹനം അനുഗ്രഹ വഴിയാക്കുവാനായി കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ കൂടെ ആയി കഴിയുമ്പോൾ തളരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചെറിയൊരു എളിമപ്പെടലും ആ വരിയിലുണ്ട് അല്ലേ? ശരിയാ. എന്ന് വെച്ചാൽ 1 2 3 ഇനിയിപ്പം അല്ലേ, അതിൽ ഈശോയുടെ കൃപ തന്നെ വേണം. കാരണം ഞാൻ കണ്ടിട്ടുള്ള നിരാശാബാധിതരിൽ ഒറ്റക്കാര്യം കൊണ്ട് തളർന്നവർ വളരെ കുറവാണ്. ഇപ്പം എന്നോടിങ്ങനെ പറയാറുണ്ട്, അച്ഛാ 1996 എൻ്റെ ഒരു വശം തളർന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സ് തളർന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു, ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അച്ഛാ, ഞാൻ ഈ ശുശ്രൂഷ ഈ തളർന്ന കാലം വെച്ച് ശുശ്രൂഷ ചെയ്തിട്ട് ഉണ്ടാക്കി പറയുന്ന കഥയാണ്. തളർന്ന കാലം വെച്ച് ശുശ്രൂഷ ചെയ്തിട്ട് 2003 അച്ഛാ എൻ്റെ വികാരിയച്ഛൻ എന്നെ പാടെ എൻ്റെ ഇടവയിൽ നിന്ന് മാറ്റി. അച്ഛാ അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ തളർന്ന കാലം കൊണ്ട് ശുശ്രൂഷ ചെയ്തിട്ട് അച്ഛാ ഈ പുരോഹിതന് ഇത്ര അഭിഷേകം ഉണ്ടെങ്കിൽ എൻ്റെ വേദന മനസ്സിലാക്കണ്ടേ. അവിടെ ഞാൻ തളർന്നു. കാരണം ഇടവക്കാരുടെ എല്ലാം മുമ്പ് ഞാൻ, പക്ഷെ എങ്കിലും ഞാൻ ധ്യാനം കൂടി ശരിയയച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും മനസ്സിലാകാതെ പോയൊരു കാര്യം എൻ്റെ ശബ്ദം പിന്നീട് പോയി. ഈ കർത്താവിനെ ശുശ്രൂഷിക്കേണ്ട എൻ്റെ ശബ്ദം പോയെന്ന് പറഞ്ഞാൽ അതെന്നാ കൊലച്ചതിയാ ചെയ്യുന്നത്. ഞാൻ പിന്നീട് ഇന്ന് വരെ എനിക്ക് ശബ്ദം ഇല്ല. ഞാൻ
പിന്നെ സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറി. പറയുന്നിടത്ത് കാര്യമുണ്ട്, തോന്നും, നമുക്കങ്ങനെ തോന്നും. അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ വരുമ്പോഴും തളരാതിരിക്കട്ടെ മേലിൽ, അതാ നിൻ്റെ കരുണ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, തളർന്നു പോകേണ്ട സമയത്തല്ല. അപ്പോഴാണ് കുരിശൊരു ഏണിപ്പടിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കുരിശൊരു ഏണിപ്പടിയായിട്ട് കയറി പോകാനും ഉള്ളൊരു വഴിയും കൂടാണത്. ഒടുവിൽ നമ്മൾ വിജയം, ഒരു പോരാട്ടത്തിൻ്റെ വീര്യം കത്തോലിക്കൻ ക്രിസ്ത്യാനി ഒരിക്കലും ഉപേക്ഷിക്കരുത്. താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ എന്നൊരു ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് എൻ്റെ ഒന്ന് 2-ാം അധ്യായത്തിൽ, താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ. ഏത് പടുകിഴവനും ദുർബലനും ഗർഭിണിയും തളർന്നവനും രോഗിയും പറയട്ടെ, താനൊരു യോദ്ധാവാണ്. ഒരു പോരാട്ടത്തിൻ്റെ ആത്മവീര്യവും കരിമരുന്നും വെടിമരുന്നും ആത്മാവിൽ സന്നിവേശിപ്പിച്ച് വെക്കണം. ഈ വചനം എന്നെ എന്തുമാത്രം സ്വാധീനിച്ചെന്നറിയോ? താനൊരു യോദ്ധാവാണെന്ന് ഏത് ദുർബലനും പറയട്ടെ. അങ്ങ് പേടിച്ചങ്ങെത്തി എന്നെ അയ്യോ പാവെന്ന് പറഞ്ഞിരുന്ന് കൊടുക്കരുത്. താനൊരു യോദ്ധാവാണെന്ന് മഹാരോഗി പറയട്ടെ, താനൊരു യോദ്ധാവാണെന്ന് തകർന്നവൻ പറയട്ടെ, എല്ലാവരും പീഡിപ്പിച്ച് കശക്കി ചവിട്ടി കൂട്ടി ഇട്ടിരിക്കുന്നവൻ പറയട്ടെ, ഞാനൊരു യോദ്ധാവാണ്, കാരണം എൻ്റെ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തും. നമ്മുടെ ജീവിതമല്ല ഒരു പൊരുതലിൻ്റെ ജീവിതം അല്ലേ? എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുക. ഈ മാക്ബത്തിലെ വേറെ നെഗറ്റീവ് അർത്ഥത്തിലാണെങ്കിലും ഈ പിന്നോട്ട് പോകാൻ ഒരു രാജാവിനെ കൊല്ലാനുള്ള ശ്രമമാണ് മാക്ബത്ത്. വലിയൊരു കൊലപാതകം പ്ലാൻ ചെയ്യുക. അപ്പം ഇടയ്ക്ക് വെച്ച് ഇവർക്ക് മനസാക്ഷിക്ക് ഒരു പ്രശ്നം, പുറകോട്ട് പോകാൻ. അപ്പം എഴുത്തുകാരൻ ഷേക്സ്പിയർ എഴുതി വെച്ചിരിക്കുകയാണ്, നെഗറ്റീവ് അർത്ഥത്തിലാണ്, നമ്മൾ ആ അർത്ഥത്തിൽ എടുക്കരുത്. ഗോയിങ് ബാക്ക്വേർഡ് ഈസ് ഫാർ മോർ എ ടഫ് ആക്ഷൻ ദാൻ ഗോയിങ് ഫോർവേഡ്. അതായത് ഇനി പുറകോട്ട് പോവുക എന്ന് വെച്ചാൽ മുന്നോട്ട് പൊരുതുന്നതിനേക്കാൾ ഭാരമാണ്. അത് തിന്മയ്ക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പറയാൻ പറ്റണം. നിനക്ക് എത്ര വയസ്സായി? 44. എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസ മകനെ, ഇനി നിരാശയിലേക്ക് ഉൾവലിയുന്നതിനേക്കാൾ അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് മുന്നോട്ട് ചവിട്ടി കുത്തി മുന്നോട്ട് പോവുക. നിൻ്റെ മാംസം മുഴുവൻ അറ്റ് വീണെങ്കിലും അസ്ഥിയെ ഒന്ന് ഊന്നുവടിയാക്കി പിടിച്ച് ഒന്നൊന്ന് പോൾവാൾട്ട് പോലെ ചാടി നോക്കിക്കേ. നിൻ്റെ മാംസം മുഴുവൻ അറ്റ് പോകുമ്പോഴും അസ്ഥികൂടം ഊന്നുവടിയായി പിടിച്ച് പൊങ്ങി ഒന്ന് ചാടി നോക്കിക്കേ. നീ പുറകോട്ട് പോകുന്നതിനേക്കാൾ എളുപ്പം ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. ശരിയല്ലേ ബോണി? പിന്നെ അച്ഛൻ പറയുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, പുറകിലേക്ക് പോകുന്നത് അതിനേക്കാൾ ഭാരപ്പെട്ടതാണ്. അതിനേക്കാൾ ഭാരപ്പെട്ടതാണ്. ജീവിതം എപ്പോഴും ഒരു യുദ്ധം തന്നെയാണ്. മുന്നിലേക്ക് തന്നെ പോവുക, പോയേ പറ്റൂ. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഷയമല്ലേ. ഈ കാറ്റ് വരുമ്പോഴേ ഞാറപ്പക്ഷിയൊക്കെ ഓടും. കൊടുങ്കാറ്റ് വീശാൻ പോകുന്ന അറിയുമ്പോഴേ കാടയൊക്കെ പറക്കും. പക്ഷേ കഴുകൻ മാത്രമുണ്ടല്ലോ, വീശുന്ന കൊടുങ്കാറ്റ് നെഞ്ചത്തേക്ക് പാഞ്ഞു വരുമ്പം ചൊല്ലിടാതെ തോറ്റു കൊടുക്കാതെ അയ്യോ പാവം പറയാതെ കാറ്റേറ്റ് തളരാതെ കഴുകൻ ചിറക് അങ്ങോട്ട് വിരിച്ചു പിടിക്കും. അപ്പം തകർക്കാൻ വന്ന, ഉടയ്ക്കാൻ വന്ന, പറിച്ചെറിയാൻ വന്ന, ചവിട്ടി കൂട്ടി കശക്കി ദൂരത്തേക്ക് എറിയാൻ വന്ന ദ സെയിം കൊടുങ്കാറ്റ്, അതേ പ്രശ്നം, അതേ കൊടുങ്കാറ്റ് ഈ നെഞ്ചത്തോട്ട് അടിച്ചിട്ട് ഈ ചിറക് പിടിച്ചിരിക്കുന്ന രീതി കൊണ്ട്, കഴുകൻ ഇങ്ങനെ ചിറക് പിടിച്ചിരിക്കുന്ന രീതി കൊണ്ട് തകർക്കാനും കശക്കാനും പിഴിയാനും വന്ന ഈ കൊടുങ്കാറ്റ് തന്നെ ഇവൻ്റെ നെഞ്ചത്തടിക്കുമ്പം കഴുകൻ ചിറക് പിടിച്ചിരിക്കുന്ന രീതി കൊണ്ട് കഴുകൻ കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഈ കാറ്റ് തന്നെ, തകർക്കാൻ വന്ന ഈ കാറ്റ് തന്നെ ഇവനെ പൊക്കിയെടുത്തുയർത്തും. ഈ ഇമേജറി എന്നെ വല്ലാതെ തൊട്ട്. അതാ വരി, കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും, അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അച്ഛൻ കൊടുങ്കാറ്റെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലേ, പ്രതിസന്ധി, അത് തന്നെ നമ്മളെ ഉയർത്തും. അത് തന്നെ നമ്മളെ ഉയർത്തും.
അത് കഴിഞ്ഞിട്ട് ഉയർത്തുമെന്നല്ല, എന്താണോ പ്രശ്നം അത് തന്നെ. ഇത് എൻ്റെ ഒരു മനസ്സിലെ വലിയ ആനന്ദമാണ് ബോണി. കാരണം സഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ കർത്താവ് അത് തന്നെ ഉയർച്ചയാന്ന് പറഞ്ഞു. അതായത് ഞാൻ നിൻ്റെ ലജ്ജയെ സ്തുതിയാക്കി മാറ്റും. ആ നാണക്കേട് തന്നെ സ്തുതിയായി മാറും. എങ്ങനെ നമുക്കറിയില്ല. അപ്പോൾ ഈ സഹനത്തിൻ്റെ സഹനം തന്നെ നമുക്ക് ഗ്ലോറി ആകും. സഹനം കഴിഞ്ഞിട്ടൊരു മഹത്വം വരുമെന്നല്ല, അത് തന്നെ നമ്മളെ ഉയർത്തും. ആ പ്രശ്നത്തിൽ തന്നെ ദൈവം ഒരു മഹത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ തന്നെ. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അങ്ങനെക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ അങ്ങനെക്കേകുന്ന സഹനം. അതിൻ്റെ ചരണം എരിതീയിലുരുകുന്ന സ്വർണം. പെട്ടെന്ന് നോക്കുമ്പോൾ പുകയുന്ന ജീവിതമാണ്, പുകയത്തിരിക്കുന്ന തോൽക്കൂടമാണ്, എല്ലാം പുക മറയാ, പുകയോട് പുക, എന്ത് തൊട്ടാലും ജീവിതം പുകയുന്ന അനുഭവം. പക്ഷേ എരിതീയിലുരുകുന്ന സ്വർണം കറനീങ്ങി സംശുദ്ധി നേടും. എരിതീയിലുരുകുന്ന സ്വർണം കറനീങ്ങി സംശുദ്ധി നേടും. അതുപോലെ നമ്മളും സഹനത്തിൽ കറനീങ്ങി സംശുദ്ധി നേടിടുമേ. ഒരു കൊച്ചു പാട്ടല്ലേ, പക്ഷേ ഒരു സമാധാനമില്ലേ. പിന്നെ എൻ്റെ പള്ളിയിൽ എപ്പോഴും മക്കൾ പാടും. ജെബിനും 1-2 മക്കൾ പാടും, നന്നായിട്ടത് പാടും. ഒരു വചനവും കൂടിയാണല്ലോ. സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തിരുനാളത്തിൻ്റെ ഉള്ളിലും. ശരിയാണ്. വളരെ ചെറിയൊരു പാട്ട്, എന്നാൽ വലിയൊരു മെസ്സേജും ഒപ്പം പ്രത്യാശയും നൽകുന്ന. പുകഞ്ഞ് പുകയത്ത് പുക മാത്രമായി, പകയാലും പലവിധ ഭാരങ്ങളാലും നീറിപ്പുകയുന്നോരേ പുകയ്ക്കപ്പുറം പകയ്ക്കപ്പുറം മനസ്സിനിരുളിനപ്പുറം മറഞ്ഞിരിക്കും മഹാദീപ്തിയെ കാണുകിൽ സ്വർണവർണ്ണം അരുണവർണ്ണം ആത്മവർണ്ണം ജ്വലിച്ച് നീയും സമാന്തരദീപമായിടും. ഈ ജന്മം പുകയാനല്ല, പുകയത്തിരിക്കാനല്ല, പകയ്ക്കും പുകയ്ക്കുമപ്പുറം പൂമരം പോലെ വിടരാനും പവിഴവർണ്ണ ശോഭ ചൊരിയാനുമുള്ളതെത്രേ. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർക്ക് സഹനത്തിൻ്റെ തിരുനാളങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതുപോലെ എടുക്കേണ്ടതില്ല. നിനക്കതൊരു മഹത്വമാണ്, മഹത്വം മാത്രമാണ്.
കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ അങ്ങെനിക്കേകുന്ന സഹനം. അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ അങ്ങെനിക്കേകുന്ന സഹനം. എരിതീയിലൊരുകുന്ന സ്വർണം കരനീങ്ങി സംശുദ്ധി നേടും. എരിതീയിലൊരുകുന്ന സ്വർണം കരനീങ്ങി സംശുദ്ധി നേടും. അതുപോലെ ഞാനും സഹനത്തിൽ കരനീങ്ങി സംശുദ്ധി നേടിടുമേ. അതുപോലെ ഞാനും സഹനത്തിൽ കരനീങ്ങി സംശുദ്ധി നേടിടുമേ. അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ
കരുണാ